ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടിയർ കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ടൊവിനോ തോമസ്, ബാലു വർഗീസ്, സൗബിൻ താഹിർ, സുരേഷ് കൃഷ്ണ, പിന്നെ ചന്തു, ഇന്ദ്രൻ സേട്ടൻ, ഒരുപാട് ആളുകൾ. നല്ല ക്രൂ ആട്ടാ പടത്തിൽ, മൊത്തം നല്ല ക്രൂ, ഭാവന. അപ്പോ ഈ പടം തുടങ്ങുമ്പോൾ തന്നെ പ്രേം നസീറിന്റെ ഒരു അഭിമുഖമാണ് കാണിക്കുന്നത്. സ്റ്റാർഡത്തെ കുറിച്ചാണ് സംസാരിക്കുന്നതാണ്. ഫിലിമില് സ്റ്റാർഡം വന്നു കഴിഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളും അത് വലിയൊരു സംഭവമായിട്ട് കൊണ്ടുവരാൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കുറിച്ചൊരു ചെറിയ ഇന്റർവ്യൂ ആണ് കാണിക്കുന്നത്. പിന്നെ പടം പേരെഴുതി കാണിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഴുതി കാണിക്കുന്ന 2024 വരെയുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. അത് വളരെ രസമായിട്ട് തോന്നി. അപ്പൊ പടം തുടങ്ങി. പടം എന്ന് വെച്ച് നമുക്കറിയാം, നമ്മൾ ടീസറും ട്രെയിലറൊക്കെ കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് സിനിമയ്ക്കുള്ള ഒരു കഥയാണ്. നമ്മുടെ ഡേവിഡ് പടിക്കലിന് ഉണ്ടാവുന്ന 2-3 പടമൊക്കെ ഹിറ്റടിച്ച് പിന്നെ ആൾക്ക് ഉണ്ടാവുന്ന നിരവധി പടങ്ങൾ ഫ്ലോപ്പ് ആവുന്ന, ആളെ ലൈഫിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കണക്ട് ആയിട്ട് പോകുന്ന പടം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് ട്രെയിലറും ടീസറും കണ്ടപ്പോൾ മനസ്സിലായുള്ള കാര്യമാണ്. അതുപോലെ തന്നെയൊക്കെയാണ് പടം പോകുന്നത്. അപ്പൊ ആൾക്ക് ഇങ്ങനെ സംഭവിച്ച ആളെ സൂപ്പർ സ്റ്റാർ, ഇതിനെ കുറിച്ച് പിന്നെ അടുപ്പിച്ച് 2-3 പടം പൊട്ടുമുണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും, പിന്നെ ആളെ ലൈഫ് സ്റ്റൈല്, സ്റ്റാർഡം വന്ന് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക മയക്കമരുന്നും മദ്യവും സിഗരറ്റ് വലിയും പൊടി ഇതൊക്കെ ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമുക്കറിയാം, ഇപ്പൊ കുറെ ഫിലിം ഫീൽഡായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ഒരുപാട് പേര് ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ആ രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതൊക്കെ അതില് എന്താ പറയാ, സ്റ്റാർഡത്തില് ലഹരി പിടിച്ച് ആ ലൈഫിൽ പെണ്ണും ഇതൊക്കെയായിട്ട് ലഹരിക്കായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. ആളെ കട്ടയ്ക്ക് അസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ബാലുവിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്. സുരേഷ് കൃഷ്ണ രക്ഷയിലാണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കോമഡി ഒക്കെ ഉണ്ടല്ലോ, ഫ്ലെക്സിബിൾ കോമഡി, കുറച്ച് സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ ഉണ്ട്. അത് ബാലു അതെ ചേട്ടാന്ന് വിളിക്കുന്ന ഒരു ചേട്ടാന്ന് വെച്ചിട്ടാണ് ഇതിന്റെ ഒപ്പം നിൽക്കുന്നത്. പടത്തിൽ പെർഫോമൻസുകൾ ഗംഭീരമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോവിനോന്റെ പെർഫോമൻസ് ഒരു രക്ഷയിലാണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പല മാനറിസ് ആള് പിടിക്കുന്നുണ്ട്, പല രീതിയിൽ നല്ല രീതിയിൽ ആള് ചെയ്യുന്നുണ്ട്. ബാലു കട്ടയ്ക്ക് നിന്നിട്ട് ബാലുവിന്റെ കാര്യം നമുക്കറിയാലോ, ആളുടെ കോമഡിയുടെ ഒരു നേച്ചർ ഉണ്ടല്ലോ, അത് രസമായിട്ട് ഇതിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇവർ രണ്ടുള്ള കോംബോ. പിന്നെ ചന്തു കുറച്ച് നേരം ഉള്ളെങ്കിലും രസമായിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് അടുത്തൊരു സഹനടനെ കിട്ടിയെന്ന് തന്നെ പറയാം. കോമഡി എല്ലാ റോളും കൈകാര്യം ചെയ്യാൻ പറ്റിയ നടൻ തന്നെയാണ് ആള്. സുരേഷ് കൃഷ്ണ സൂപ്പർ. സൗബിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തിന് ശേഷം ഒരു പോസിറ്റീവ് ക്യാരക്ടർ ചെയ്തൊരു പടം. എല്ലാവരും നന്നായിട്ടുണ്ട്. ഭാവന കുറച്ച് നേരം വരുന്നുള്ളൂ. ഇന്ദ്രൻ സേട്ടൻ 1-2 സീനുണ്ട്. എന്തിനധികം ഗംഭീരയുടെ എക്സ്പീരിയൻസ് കറക്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സിനിമയ്ക്കുള്ള ഒരു കഥയാണിത്. ആൾക്ക് കുറച്ച് ഇതിൽ തലക്കി പിടിച്ച് ലഹരിക്കായിട്ട് നീങ്ങുന്ന ആളൊന്ന് മാറി ചിന്തിക്കുകയാണ്. ഇവന്റെ അഭിനയം പഠിക്കാനൊക്കെ ആൾ തയ്യാറാവുന്ന, അതിൽ അവിടേക്ക് ഉണ്ടാകുന്ന കുറെ വിഷയങ്ങളൊക്കെയാണ് കേട്ടിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പല നെഗറ്റീവ് റിവ്യൂസ് കേട്ടിട്ടാണ് ഈ പടത്തിന് പോകുന്നത്. പക്ഷെ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഞാൻ 2 മണിക്കൂർ 30 മിനിറ്റ് ശരിക്കും എൻജോയ് ചെയ്തു. ചെറിയ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും എന്നെ ബാധിച്ചില്ല. പടത്തിൽ 2 അഭിപ്രായം ഉണ്ട്. ഞാൻ പറയാം, എന്റെ ഫ്രണ്ട്സ് കണ്ടിട്ട് ചിലർക്ക് ഇഷ്ടപ്പെട്ടു, ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞു. അപ്പൊ അതൊക്കെ കേട്ടിട്ടാണ് ഞാനും പടത്തിന് വന്നത്. പക്ഷെ എനിക്ക് സെറ്റാടുന്നു. പിന്നെ ടോവിനോന്റെ പെർഫോമൻസ് അത് എടുത്തു പറയണം. ടോവിനോ അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. ആളിടുന്ന എഫേർട്ടും കാര്യങ്ങളൊക്കെ അത് ഈ പടത്തിൽ തന്നെ ഉണ്ട്. ആളെ മാനറിസം ചേഞ്ച് ആവുന്നതൊക്കെ ഈ പടത്തിലെ ഒരു സിറ്റുവേഷനിൽ തന്നെ കാണിക്കുന്നുണ്ട്. അത് ഗംഭീരമാണ്. ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമ നമ്മൾ കുറെ കണ്ടുള്ളതാണ്. പുതേനാണ് താരത്തിലെ സരോജ് കുമാറിന്റെ ക്യാരക്ടർ. ലാസ്റ്റ് അറിയാം, വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള പടത്തിൽ തന്നെ സംവിധായകന്റെ ആ ലഹരി പിടിച്ചിട്ട് ആള് പിന്നെ മതി മറന്നു, ആള് പിന്നെ പടങ്ങൾ ഫ്ലോപ്പായി. സംവിധായകന്റെ കഥ വരുന്നത് ഇപ്പോൾ സൂപ്പർ സ്റ്റാറിന്റെ. അപ്പൊ ഒരുപാട് പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഇതിന്റെ ഡയറക്ടറുടെ പണി ആള് നന്നായി ലാൽ ജൂനിയർ ചെയ്തിട്ടുണ്ട്. അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഡയറക്ടറുടെ ഒറ്റ കഴിവിന്റെ പടമാണ്. പിന്നെ പെർഫോമൻസുകൾ ഉണ്ട്. അത് മേക്കിംഗ് രീതി ചെറിയൊരു സബ്ജക്റ്റാണ്. ചെറിയൊരു സബ്ജക്റ്റ് 2.5 മണിക്കൂർ കൊണ്ടുപോകാനുള്ള എഫേർട്ട് അതിഗംഭീരാണ്. അത് എടുത്ത് പറഞ്ഞേ പറ്റൂ. അത് രക്ഷയില്ല. നല്ല നല്ല പടങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേറെ ലെവലാണ്. പൊളിയാണ് അൽപ്പൊളിയാണ്. പിന്നെ ഇതിലെ ബീച്ചിയം, അത് ഇങ്ങനത്തെ ഒരു വൈബ് പടമാണല്ലോ. അതൊരു ആഘോഷ പടം എന്നൊക്കെ പറയാം. ഫുള്ള് ട്രാവലിംഗ്, ട്രിപ്പ്, കള്ളുടി, പിന്നെ എൻജോയ്മെന്റ് മൂഡൊക്കെയാണ് കാണിക്കുന്നത്. കാശുണ്ട്. അപ്പൊ പല സൂപ്പർ സ്റ്റാറുകളുടെ ലൈഫൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കാം. പലരുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ അവരെ കാര്യങ്ങളിൽ ലഹരി ഇതൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് മതിമറന്ന് ആഘോഷിക്കുന്ന രീതിയിലുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ബിജിഎം നമ്മൾ പറഞ്ഞത് ബിജിഎം ഗംഭീരാണ്. ഈ മാസ് പടത്തില് കൊടുക്കേണ്ട സാധനം, സോറി ഈ ഇങ്ങനത്തെ എൻജോയ്മെന്റ് വൈബ് പടത്തിൽ കൊടുക്കേണ്ട ബിജിഎം ഉണ്ടല്ലോ. ഓരോ സീനിലും ഒരു ലിക്കർ കഴിക്കുന്ന സീനായാലും ട്രാവൽ ചെയ്യുന്ന സീനിലായാലും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. വൈബ് കറക്റ്റ് നമുക്ക് കിട്ടും. നമ്മളാ ലോകത്തെത്തും. അത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമറ
കോസ്റ്റ്യൂംസ് ക്യാമറ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതിൽ വർക്ക് ഷൂട്ട് പിന്നെ പല പല ലൊക്കേഷനിലൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടി അതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ ഇതില് പല സിറ്റുവേഷൻ സീനുകൾ എടുത്തുള്ള രീതികൾ രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവര്. ട്രാവലിങ് പിന്നെ കോസ്റ്റ്യൂംസ്, ടോവിനോന്റെ ലുക്ക് പിടിച്ചുള്ളത് കുറെ കോസ്റ്റ്യൂംസ് എത്ര ഇതിലെ വരുന്ന അറിയാം, ചേഞ്ച് ചെയ്തിട്ട് ആള് വരുന്ന പറയുന്നത് ഗംഭീരമായിട്ടുണ്ട്. പൈസ ഇറക്കിയിട്ടുണ്ട്, 20 കോടി ബഡ്ജറ്റിലാണ് പൈസ ചിലവായിട്ടുണ്ട്. അത് ഗംഭീരാണെന്ന് പറയണം. പിന്നെ ഫൈറ്റ് ചെറിയൊരു ഫൈറ്റ് ഉള്ളു, പക്ഷെ അത് നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. അധികം വെറുപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അത് സൂപ്പറാണ്. മൊത്തത്തില് ഒരു നല്ല വൈബ് പിടിച്ചൊരു പടം. എനിക്ക് കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ്. നമ്മൾ തിയേറ്ററിൽ പോയിട്ട് 2.5 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാനാണ് വേണ്ടി നമ്മൾ പടത്തിന് പോകും. ആ മൂഡ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ പടങ്ങൾ വന്നിട്ടുണ്ട്, ഇതുപോലത്തെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ നോക്കുന്നില്ല. ആ ഒരു ഫീല് നമുക്ക് ഇഷ്ടപ്പെട്ടു പടം. അത് അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പടത്തിന് പോയി ഒരു ആഘോഷമായിട്ട് കണ്ടിരുന്ന് തിരിച്ചു വരാം. നമ്മൾ തല്ലിമാലൊന്നും പ്രതീക്ഷിച്ച് പോരുത്, വേറെ ജോണറിൽ തന്നെയാണ് ഈ പടം വരുന്നത്. അപ്പോൾ നിങ്ങൾ പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വരിക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.